ഈ വീഡിയോയിൽ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളറിന് 2 മാർക്സും 6 മാർക്സും ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 30 മാർക്ക് പ്രൊജക്റ്റിന് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു 4 ആപ്ലിക്കേഷൻസ് എംബഡഡ് സിസ്റ്റംസ് നമുക്കറിയാം. നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ കുറേ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ബാഗ്സ്, അപ്പോൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ECG, പേസ് മേക്കർ പോലത്തെ മെഡിക്കൽ ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേജർ കോമ്പോണൻറ്റ്സ് ഓഫ് ആൻ എംബഡഡ് സിസ്റ്റം. ഒരു എംബഡഡ് സിസ്റ്റത്തിൽ തീർച്ചയായിട്ടും ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊസസ്സർ ഉണ്ടാവും, അതേപോലെ അതിന് മെമ്മറി ഉണ്ടാവും. അപ്പോൾ മെമ്മറിയിൽ എന്ത് കാണും? റാം കാണും, അല്ലെങ്കിൽ റോം, ഇനിയല്ല ഫ്ലാഷ് മെമ്മറി, ഇതൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫേംവെയറും എംബഡഡ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാൻഡ് അലോൺ ആൻഡ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം. നമുക്കറിയാം സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം പേരിൽ തന്നെയുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് കോൺസ്ട്രെയിൻറ്റ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ലോക്കൽ ഇൻപുട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം ക്രിട്ടിക്കൽ ടൈം കോൺസ്റ്റൻ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു DVD പ്ലെയർ പോലത്തെയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം ഡിലേ വന്നാലും നമുക്ക് വലിയ ക്രിട്ടിക്കൽ എഫക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു എക്സാമ്പിൾ കാൽക്കുലേറ്റർ. ഇനി റിയൽ ടൈം എംബഡഡ് സിസ്റ്റമോ, ഒരു ഫിക്സഡ് ടൈമിലായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈം കോൺസ്ട്രെയിൻറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഓരോ ഇവൻറ്റും ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയർ ബാഗ് അപ്പം തന്നെ വരാതെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായി 1 മണിക്കൂറിന് ശേഷം വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റിയൽ ടൈം എംബഡഡ് സിസ്റ്റത്തിൽ സ്ട്രിക്റ്റ് ടൈം കോൺസ്ട്രെയിൻറ്റ് ആയിരിക്കും. സ്റ്റാൻഡ് അലോണിൽ സ്ട്രിക്റ്റ് ടൈം കോൺസ്ട്രെയിൻറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഈസ് എംബഡഡ് സി പ്രിഫേർഡ് ഫോർ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ്. നമുക്ക് സി പ്രോഗ്രാമിങ്ങിനെ പറ്റി അറിയാം. സി പ്രോഗ്രാമിംഗ് നമ്മളങ്ങനെ ഹാർഡ്വെയർ ബേസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എംബഡഡ് സി എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ഡയറക്റ്റ് ഹാർഡ്വെയർ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. മെമ്മറി യൂസേജ് എഫിഷ്യൻ്റ് ആണ്. പോർട്ടബിൾ അക്രോസ് ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളേഴ്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംബഡഡ് സി ആൻഡ് സ്റ്റാൻഡേർഡ് സി. നമ്മൾ നേരത്തെ പറഞ്ഞു, എംബഡഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എംബഡഡ് സിസ്റ്റത്തിനാണ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ടാവും, ഡയറക്റ്റ് ഹാർഡ്വെയർ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ രജിസ്റ്റേഴ്സും ഇൻറ്ററപ്റ്റ് പോർട്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോളേഴ്സിലാണ് ഇത് മെയിനായിട്ട് നമ്മൾ റൺ ചെയ്യിക്കുന്നത്. സ്റ്റാൻഡേർഡ് സി എന്ന് പറഞ്ഞാലോ, നമ്മൾ ജനറൽ പർപ്പസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് സി യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഹാർഡ്വെയർ ആക്സസ് ഒന്നുമില്ല. അതുപോലെ ഹാർഡ്വെയർ രജിസ്റ്റേഴ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സി. എംബഡഡ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൈക്രോ കൺട്രോളേഴ്സ് ഉള്ള ഡിവൈസസിനൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. ഓട്ടോമോട്ടീവ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹോം ഓട്ടോമേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിലുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും യൂസ് ചെയ്യുന്നുണ്ട്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് ഫ്ലാഷ് മെമ്മറി ഇൻ എ മൈക്രോ കൺട്രോളർ. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ടെമ്പററി ആയിട്ട് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ടെമ്പററി സ്റ്റോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫാസ്റ്റർ ആക്സസിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ നമുക്ക് ലോസ് ആവുകയും ചെയ്യും. അതേസമയം ഫ്ലാഷ് മെമ്മറിയിൽ നോൺ വോളറ്റൈലാണ്, ഡേറ്റാസ് പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. റാമിനേക്കാളും സ്ലോ ആയിരിക്കും, പക്ഷേ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ അവിടെ തന്നെ റിമൈൻ ചെയ്യും. ഇനി 8th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഓവർ മൈക്രോ പ്രൊസസ്സേഴ്സ്. നമ്മുടെ മൈക്രോ കൺട്രോളറിനും മൈക്രോ പ്രൊസസ്സറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മൈക്രോ കൺട്രോളറിൽ ബിൽറ്റ് ഇൻ മെമ്മറിയും പെരിഫറൽസും എല്ലാം ഉണ്ടായിരിക്കും. അത് നമ്മുടെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഞാൻ 2 മാർക്കിനായതുകൊണ്ട് ജസ്റ്റ് 2 പോയിൻ്റ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ പല പോയിൻറ്റ്സും ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. 9th ക്വസ്റ്റ്യൻ, മെൻഷൻ 4 ഫീച്ചേഴ്സ് കോമൺ ടു ARM Cortex-M പ്രോസസ്സേഴ്സ്. ഒരു ARM Cortex-M പ്രോസസ്സർ എന്ന് പറയുന്നത് 32-bit RISC ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അതിനകത്ത് NVIC ഉണ്ടാവും, അതുപോലെ തമ്പ് 2 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, ലോ പവർ കൺസപ്ഷൻ. 10th ക്വസ്റ്റ്യൻ, വിച്ച് ARM ആർക്കിടെക്ചർ ഈസ് യൂസ്ഡ് ബൈ Cortex-M23. ARM v8m ബേസ് ലൈൻ ആർക്കിടെക്ചറാണ് നമ്മൾ Cortex-M23യിൽ യൂസ് ചെയ്യുന്ന ARM ആർക്കിടെക്ചർ. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ആൻ എംബഡഡ് സിസ്റ്റം വിത്ത് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മേജർ കോമ്പോണൻറ്റ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റിയൽ ടൈം ഓപ്പറേഷൻസ്, ഒരു സിംഗിൾ ഫംഗ്ഷനാലിറ്റിയെ എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇറ്റ് കമ്പൈൻസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കിനെയാണ് എംബഡഡ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സെൻസേഴ്സ് ഉണ്ടാവും. സെൻസേഴ്സിൽ നിന്ന് നമ്മൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ CPU ആക്സസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പെരിഫറൽസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സാമ്പിൾ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. ഇനി മേജർ കോമ്പണൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ 6 മാർക്കിന് എഴുതുമ്പോൾ കുറച്ച് എന്താണോ നമ്മൾ എഴുതണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ 2 മാർക്കിൽ പറഞ്ഞതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇനി മെമ്മറി എന്തിനാണ്? ഇറ്റ് സ്റ്റോഴ്സ് പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റാം, റോം അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറിയൊക്കെ. ഇനി ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും. അവിടെ സെൻസേഴ്സ്, സ്വിച്ചസ്, കീപാഡ് അതെല്ലാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്തായിരിക്കും? LED അല്ലെങ്കിൽ LCD. LED എന്ന് വെച്ചാൽ നമ്മൾ ബ്ലിങ്കിങ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യാറുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UART, SPI അതേപോലെ. പിന്നെ പവർ സപ്ലൈ പ്രൊവൈഡർ ഉണ്ടാവും. എംബഡഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫിർംവെയർ ഉണ്ടാവും നമ്മുടെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഇപ്പോൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു ഡെഡിക്കേറ്റഡ് ഫംഗ്ഷനാണ്. റിയൽ ടൈം ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഹൈ റിലയബിലിറ്റി ആണ്. അതേപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. പവർ കൺസപ്ഷനും ലോ ആയിരിക്കും. റെസ്പോൺസും ഫാസ്റ്റർ ആയിരിക്കും. ഇനി ഇതിന് നമുക്ക് ഫംഗ്ഷൻ്റെ ബേസ്ഡ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റത്തെ പറ്റി പറയാം. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ കാൽക്കുലേറ്റർ. റിയൽ ടൈം എംബഡഡ് സിസ്റ്റത്തിലോ ഒരു ഫിക്സ്ഡ് ടൈമിൽ തന്നെ അത് റെസ്പോണ്ട് ചെയ്യും. എക്സാമ്പിൾ എയർ ബാഗ് സിസ്റ്റം. ഇനി നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിലൂടെ ആയിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്മാർട്ട് ഹോം ഡിവൈസസ്. പിന്നെ മൊബൈൽ എംബഡഡ് സിസ്റ്റം, പോർട്ടബിൾ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ സ്മാർട്ട് ഫോൺ. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ARM Cortex-M processor family and explain the features of different Cortex-M processors. ഈ ARM Cortex-M processor family എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 32-bit RISC മൈക്രോ പ്രൊസസ്സേഴ്സിൽ വരുന്നതാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ARM ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഫോർ എംബഡഡ് സിസ്റ്റംസ് ആൻഡ് മൈക്രോ കൺട്രോളർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. ഇനി ഇത് എവിടേക്കാണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം IoT ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഓട്ടോമോട്ടീവ് സിസ്റ്റം, മെഡിക്കൽ ഡിവൈസസ്, വിയറബിൾ ഡിവൈസസ് ഇതിലെല്ലാം നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32-bit RISC ആർക്കിടെക്ചറാണ്, ലോ പവർ കൺസപ്ഷൻ ആണ്, ഹൈ പെർഫോമൻസ് വിത്ത് ലോ കോസ്റ്റ് ആൻഡ് MPU ഇൻ സെലക്റ്റഡ് മോഡൽസ്. ഇനി കോർട്ടെക്സ് M23 വരുന്നത് ARM v8 ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മുടെ ട്രസ്റ്റ് സോൺ സെക്യൂരിറ്റി അൾട്രാ ലോ പവർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ IoT ഡിവൈസസും സ്മാർട്ട് സെൻസേഴ്സിലുമാണ് നമ്മൾ കോർട്ടെക്സ് M23 യൂസ് ചെയ്യുന്നത്. കോർട്ടെക്സ് M33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ARM v8 M ആർക്കിടെക്ചർ ബേസ് ചെയ്ത് തന്നെയാണ്. അവിടെയും ട്രസ്റ്റ് സോൺ സെക്യൂരിറ്റി ഉണ്ട്. BSPയും ഓപ്ഷണൽ FPUവും കൂടെ ഉണ്ടാവും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ഇൻഡസ്ട്രിയൽ IoT, ഹെൽത്ത് കെയർ, സെക്യൂർ എംബഡഡ് ആപ്ലിക്കേഷൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ട്രസ്റ്റ് സോൺ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇൻ ARM v8 പ്രൊസസ്സർ വിത്ത് എ നീറ്റ് ഡയഗ്രാം. അപ്പോൾ ട്രസ്റ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റിയാണ് നമ്മൾ ട്രസ്റ്റ് സോൺ എന്ന് പറയുന്നത്. നമ്മുടെ ARM v8 M ആർക്കിടെക്ചറിൽ തന്നെയാണതുള്ളത്. അതായത് കോർട്ടെക്സ് M23ലും M33ലും. ഇത് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സറിനെയും സിസ്റ്റത്തിനെയും ഡിവൈഡ് ചെയ്യും. 2 സെപ്പറേറ്റ് എക്സിക്യൂഷൻ എൻവയോൺമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് വേൾഡും രണ്ടാമത്തത് നോൺ സെക്യൂർഡ് വേൾഡുമായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ എന്തിനാണെന്ന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് കീസ് ആൻഡ് സെക്യൂർ ആപ്ലിക്കേഷൻസിനെ അൺഓത്തറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂറായിട്ടും നോൺ സെക്യൂർ വേൾഡായിട്ടും തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ARM v8 പ്രൊസസ്സറുണ്ട്, ട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, സെക്യൂർ വേൾഡും നോൺ സെക്യൂർ വേൾഡും. സെക്യൂർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ OS ഉണ്ട്, ബൂട്ട് ഉണ്ട്, ക്രിപ്റ്റോ എൻജിൻ ആൻഡ് സീക്രട്ട് കീസ്.
നോൺ സെക്യൂർ വേൾഡിൽ യൂസർ ആപ്ലിക്കേഷൻസ്, RTOs, ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ജനറൽ ടാസ്ക് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാത്തിനും ഒരു സെക്യൂരിറ്റി ആട്രിബ്യൂഷൻ ഉണ്ട്. അവിടുത്തെ സെക്യൂർ മെമ്മറി, സെക്യൂർ പെരിഫറൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നോൺ സെക്യൂർ മെമ്മറി, നോൺ സെക്യൂർ പെരിഫറൽസ് എന്ന് പറയുന്നൊരു പോർട്ടും ഉണ്ടായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതേപോലെ മാൽവെയർ ആൻഡ് അൺഓത്തറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതേപോലെ തന്നെ സ്യൂട്ടബിൾ ഫോർ IoT ആൻഡ് എംബഡഡ് ഡിവൈസസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ARM v8 ARM ആർക്കിടെക്ചർ ഓവർ പ്രീവിയസ് ജനറേഷൻസ് ഓഫ് കോർട്ടെക്സ് ആൻഡ് പ്രൊസസ്സേഴ്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റസ് ഓൺ സെക്യൂരിറ്റി. നമ്മുടെ പ്രൊസസ്സറിനെ സെക്യൂർ വേൾഡും നോൺ സെക്യൂർ വേൾഡുമായിട്ട് ട്രസ്റ്റസ് ഓൺ സെക്യൂരിറ്റി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. നമ്മുടെ എംബഡഡ് അല്ലെങ്കിൽ IoT സിസ്റ്റത്തിന് നമ്മൾ ഹാർഡ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റിയാണ് പ്രീവിയസ് ജനറേഷനിൽ നിന്നും കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇംപ്രൂവ്ഡ് മെമ്മറി പ്രൊട്ടക്ഷൻ. നമ്മുടെ സെക്യൂരിറ്റി ആട്രിബ്യൂഷൻ യൂണിറ്റിനെയും അതേപോലെ തന്നെ MPUവിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെമ്മറിയും പെരിഫറൽസും സെക്യൂർ അല്ലെങ്കിൽ നോൺ സെക്യൂർ ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെക്കാളും ഇല്ലീഗൽ മെമ്മറി ആക്സസും എല്ലാം നമുക്ക് ഇതിനകത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിസ്റ്റം റിലയബിലിറ്റി നമ്മളിവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ബെറ്റർ ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിംഗ്. സെക്യൂർ വേൾഡിലെയും നോൺ സെക്യൂർ വേൾഡിലെയും ഇൻ്ററപ്റ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ ഇൻ്ററപ്റ്റ്സ് ക്യാൻ എക്സിക്യൂട്ട് ഇൻ ദ സെക്യൂർ വേൾഡ്. ഇതിനെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ബെറ്റർ ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടുത്തെ പ്രത്യേകത ഇത് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ മോസ്റ്റ് സെക്യൂർ റിയൽ ടൈം റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് ഞാൻ ഒത്തിരി എലാബറേറ്റ് ചെയ്തിട്ടില്ല, കാരണം അല്ലെങ്കിൽ ലെങ്ത്ത് കൂടി പോകും. എൻഹാൻസ് DSP ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് സപ്പോർട്ട്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ AMBA ബസ് ആർക്കിടെക്ചർ യൂസ്ഡ് ഇൻ ARM കോർട്ടെക്സ് ആൻഡ് പ്രൊസസ്സേഴ്സ്. AMBA അതായത് അഡ്വാൻസ്ഡ് മൈക്രോ കൺട്രോളർ ബസ് ആർക്കിടെക്ചർ ഒരു സ്റ്റാൻഡേർഡ് ഓൺ ചിപ്പ് കമ്മ്യൂണിക്കേഷൻ ബസ്സാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ARM തന്നെയാണ്. It enables efficient communication between the processor, memory and peripherals in ARM Cortex-M-based embedded systems. AMBA provides high performance, scalability and low power consumptions. അതിൻ്റെ ഒരു ഡയഗ്രാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളതൊന്ന് പഠിച്ചു വെക്കുക. ഇനി AHB, ഫസ്റ്റ് പോയിന്റ്. AHB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഹൈ പെർഫോമൻസ് ബസ്സിനെയാണ് നമ്മൾ AHB എന്ന് പറയുന്നത്. ഇതൊരു ഹൈ സ്പീഡ് ബസ്സാണ്. നമ്മുടെ CPUവും ഹൈ പെർഫോമൻസ് ഡിവൈസസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AHB യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് APB, അഡ്വാൻസ്ഡ് പെരിഫറൽ ബസ്? ഇതൊരു ലോ സ്പീഡ് ബസ്സാണ്. നമ്മുടെ പെരിഫറൽ ഡിവൈസസിനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഇൻ ദ ARM കോർട്ടെക്സ് ആൻഡ് പ്രൊസസ്സേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് R0 to R12. ഇത് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടെമ്പററി വേരിയബിൾസിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻസ്ട്രക്ഷൻസിനെ ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമ്മൾ GPUs ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. ഒന്നാമത്തേത് സ്റ്റാക്ക് പോയിൻ്റ് R13 ആണ് വരുന്നത്. സ്റ്റാക്ക് ഓപ്പറേഷൻസിനെ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ നമ്മൾ SP യൂസ് ചെയ്യുന്നു. ലിങ്ക് രജിസ്റ്റർ R14. സബ് റൂട്ടീൻ കോൾസ് വിതൗട്ട് ഇമ്മീഡിയറ്റ്ലി യൂസിങ് ദ സ്റ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രോഗ്രാം കൗണ്ടർ R15 ആണ്. ഇറ്റ് കൺട്രോൾസ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ. ഫോർത്ത് വൺ, XPSR, പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൊസസ്സർ സ്റ്റാറ്റസ് ആൻഡ് എക്സിക്യൂഷൻ റിസൾട്ട്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്, while special purpose registers control program execution and processor operation. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതേപോലെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.